പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോണേ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ ലൈറ്റ് എന്താണ്? ലൈറ്റ് ഇസ് എ സോഴ്സ്, ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി എന്നുള്ളതാണ് ലൈറ്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യണേ? ഇറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഇറ്റ് ഹാസ് ടു വേവ് ലൈക്ക് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക? ഇറ്റ് ഹാസ് ഡ്യുവൽ നേച്ചർ എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, അതുപോലെ തന്നെ ലൂമിനസ് ആൻഡ് നോൺ ലൂമിനസ് നേച്ചർ. ലൂമിനസും ഉണ്ട്, അതുപോലെ നോൺ ലൂമിനസ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളുണ്ട്. അതായത് ലൂമിനസ് മീൻസ് അപ്പന ലൈറ്റ് അപ്പന വനായെങ്കിൽ, നോൺ ലൂമിനസ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും അയക്കുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും ഇവർ എന്താ പറയുക ഈ ഒബ്ജക്ട്സ് തിളങ്ങുന്നത്. അപ്പോൾ ലൂമിനസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാർസ് ആണെങ്കിലും സൺ ആണെങ്കിലും ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ബാക്കി ഇപ്പോൾ മൂണൊക്കെ എന്ന് പറയുന്നത് നോൺ ലൂമിനസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. ഇനി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ ടോപ്പിക്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ആര് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്പെരിക്കൽ മിറേഴ്സ് ആണ്. പക്ഷേ ഫസ്റ്റ് റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. റിഫ്ലക്ഷൻ മീൻസ് നമ്മളൊരു ലൈറ്റ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ബൗൺസിങ് ബാക്ക് ഓഫ് ദ ലൈറ്റ് ഇസ് നോൺ ആസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. Now there are two types of reflection. Regular reflection ഉണ്ട്, irregular reflection ഉണ്ട്. അപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷനും റെഗുലർ റിഫ്ലക്ഷനും പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താ പറയാനുള്ളത്? എന്താണ് ബീം ഓഫ് ലൈറ്റ് എന്നും എന്താണ് റേ ഓഫ് ലൈറ്റ് എന്നും. റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു റേ. എപ്പോഴും നമ്മൾ ബീമാണ് കാണുക. സണ്ണിൽ നിന്നും ഒരു ബീം ഓഫ് ലൈറ്റ് ആയിരിക്കും വരുന്നത്, ടോർച്ചിൽ നിന്നും ഒരു ബീം ഓഫ് ലൈറ്റ് ആയിരിക്കും വരുന്നത്. സോ റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഒക്കെ നിരുപമ ഡോണ്ട് ബി ലേറ്റ് ഫോർ ക്ലാസ്. എൻ്റെ പിള്ളേർ എനിക്ക് വഴക്ക് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു റേ മാത്രം. ഇപ്പം നമുക്ക് ഇറ്റ് ഇസ് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ഫിഗേഴ്സ് വരയ്ക്കാനുണ്ട്, അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ റേ എക്സ്പെരിമെൻറ്റ്സ് നടത്താനുണ്ട്. അതിനാണ് നമ്മൾ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ടേം തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഡെപ്പിക്ട് ചെയ്യണേ പിക്ചറിൽ ഒറ്റ ലൈനായിട്ടായിരിക്കും ഡെപ്പിക്ട് ചെയ്യണം. ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് ലൈറ്റ് റേസിനെയാണ് നമ്മൾ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയാം. Okay, now coming to regular reflection. Say ഒരു bundle of beam of light is falling on a very smooth ആയിട്ടുള്ള സർഫസിൽ വന്നു കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് വീണാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാരലൽ ആയിട്ട് അപ്പുറത്തേക്ക് പോകും. ആഫ്റ്റർ റിഫ്ലക്ഷൻ പാരലൽ ആയിട്ട് തന്നെ റിഫ്ലക്റ്റഡ് റേസ് അപ്പുറത്തേക്ക് പോകും. അതേസമയം ഇറഗുലർ സർഫസിലാണ് ഒരു സാധനം വന്ന് വീണെന്നുണ്ടെങ്കിൽ പാരലലായിട്ട് വീണിരിക്കുന്ന സാധനങ്ങളൊക്കെ പാരലലായിട്ട് തന്നെ പോവില്ല. It will not be parallel. After reflection, it will not be parallel. But then the incident rays are parallel, reflected rays are not parallel. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കണേ? പാരലൽ ബീം ആയിരിക്കണം. രണ്ടാമത് ഈ പറയുന്ന പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസസിലായിരിക്കണം. സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മിറർ പോലത്തെ സർഫസസിലായിരിക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്താ? റെഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. അതേസമയം ഇറഗുലർ റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കുക? ഇറഗുലർ സർഫസിലാണ് ഉണ്ടാവുക. ഇതിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവില്ല, മറിച്ച് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവണേ. അതേസമയം ആഫ്റ്റർ റിഫ്ലക്ഷൻ ദെയർ വോണ്ട് ബി എനി പാരലൽ ബീം. ഓക്കെ, ഇനി ഏറ്റവും നല്ല റിഫ്ലക്ടർ ആരാ? സിൽവർ ആണ് ഏറ്റവും നല്ല റിഫ്ലക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ഹാവ് എ ലോട്ട് ഓഫ് ടേംസ്. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, അതുപോലെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കാണ്ട്. ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേ വിച്ച് ഇസ് ഇൻസിഡൻറ്റ് ഓൺ ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു മിറർ ആണെന്ന് വിചാരിച്ചോളൂ. മിററിലെ ഇൻസിഡൻറ്റ് റേ മീൻസ് ഇറ്റ് ഫാൾസ് ഓൺ ദ മിറർ. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതോ ഒരു റേ ഇറ്റ് മൂവ്സ് എവേ ഫ്രം ദ മിറർ. അതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയാം. ആഫ്റ്റർ റിഫ്ലക്ഷൻ ദ റേ വിച്ച് ഗോസ് എവേ ഫ്രം ദ മിറർ ഇസ് നോൺ ആസ് എ റിഫ്ലക്റ്റഡ് റേ. Now point of incidence എന്ന് പറയുന്നത് എന്താണ്? The point where incident ray falls on the mirror, the actual point. ഇതിനെയാണ് point of incidence എന്ന് പറയാം. Now what is normal? ഈ point of incidence-ൽ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണ വര. ഓക്കെ, പെർപെൻഡിക്കുലർ മീൻസ് 90 degree. So normal means a line, an imaginary line which is drawn perpendicular to the reflecting surface. Reflecting surface ന് perpendicular ആയിരിക്കും. എവിടെയാ വരയ്ക്കണേ? At the point of incidence ആണ് ഈ സംഭവം വരയ്ക്കണേ. ഓക്കെ, now coming to again point of incidence നമ്മൾ നോക്കി. Angle of incidence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. നൗ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫിഗർ എവിടെയോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇറഗുലർ റിഫ്ലക്ഷൻ. കണ്ട് പാരലൽ റേസ് പാരലായിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത്
ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് കണ്ട നോർമൽ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസിന് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന സാധനം. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മീൻസ് ഇൻസിഡൻറ്റ് റേയും ഈ പറയുന്നത് പോലെ നോർമലും തമ്മിലുള്ള ആംഗിൾ, ഏത് ആംഗിളിനെ നമ്മൾ നോക്കിയാലും ഇറ്റ് വിൽ ബി വിത്ത് ദ നോർമൽ. So angle of incidence is incident ray and the normal. Angle of reflection is reflected ray with the normal. Okay, ഇതിനെയാണ് angle of incidence എന്നും angle of reflection എന്നും നമ്മൾ പറയുന്നത്. Now coming to എന്താണ് സംഭവം നെക്സ്റ്റ് ഉള്ളത്, എനിക്ക് തോന്നുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 2 ലോ ഓഫ് റിഫ്ലക്ഷൻ ആണുള്ളത്. എല്ലാവരും ലേറ്റ് ആയിട്ട് വരും, എനിക്ക് ഇഷ്ടമല്ല ലേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 എടാ കുട്ടികൾ ഇതുവരെ ഓക്കെ ആണോ? ചാറ്റിൽ പറഞ്ഞ ഓക്കെ ആണെന്ന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ചാറ്റിൽ പറഞ്ഞ ഓക്കെ ആണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ട് വെച്ചേക്കണം എടാ കുട്ടികളെ. ഓൾ റൈറ്റ്, ഓക്കെ ശരി, ഓൾ റൈറ്റ്. അപ്പോൾ ബാക്കി പറയട്ടെ. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, 3 സാധനവും സെയിം പ്ലെയിനിൽ തന്നെയാണ്. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇത് 3 ഇറ്റ് ഈസ് ഓൺ ദ സെയിം പ്ലെയിൻ എന്നുള്ളത് ഫസ്റ്റ് ലോ ആണ്. ഇത് തന്നെ റിഫ്രാക്ഷൻ ഉണ്ട്. ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, ഇത് 3 സെയിം പ്ലെയിനിലാണെന്നുള്ളത് ലോ ഓഫ് റിഫ്രാക്ഷനിലുണ്ട്. അപ്പോൾ റിഫ്രാക്ഷനിൽ ഒരേപോലത്തെ ഒരു റോ ഉണ്ട്. അതേസമയം ലോ ഓഫ് റിഫ്ലക്ഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ അങ്ങനെയല്ല, 2 ആംഗിൾസും ഡിഫറെൻ്റ് ആണ്. വിൽ കം ടു ദാറ്റ് ലേറ്റർ. നൗ ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഇസ് സംതിങ് വിച്ച് ഗിവ്സ് ഔട്ട് ലൈറ്റ്. ഓക്കെ, വിച്ച് ഗിവ്സ് ഔട്ട് ലൈറ്റ്. ഈതർ ഇറ്റ് ക്യാൻ ബി ദെയർ ഓൺ ലൈറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി എ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് ലൈറ്റ് തരും. ഈ ലൈറ്റിൻ്റെ ഒപ്റ്റിക്കൽ അപ്പിയറൻസ് ഒരു മിററിൽ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഇമേജ് എന്ന് പറയാം. അപ്പോൾ ഒപ്റ്റിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡ് ചെയ്യുന്നുണ്ട് മോളെ, താങ്ക് യു. ഒരു സെക്കൻഡ്, ഞാനെൻ്റെ സൗണ്ട് സെറ്റിംഗ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഷോഫ്ലോ പോയല്ലോ. അപ്പോൾ ഇമേജ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ അപ്പിയറൻസ്. ഒപ്റ്റിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ദർ ഇസ് ആൻ ഒപ്റ്റിക്കൽ തിങ് വിച്ച് കനോട്ട് ബി ടച്ച്ഡ്, വിച്ച് കനോട്ട് ബി ഫെൽറ്റ്. ഓക്കെ, ജസ്റ്റ് ആൻ ഒപ്റ്റിക്കൽ തിങ്. ഇതേപോലെ തന്നെയാണ് സിനിമ കാണുന്നത്. സിനിമ ഇസ് ഓൾസോ ആൻ ഒപ്റ്റിക്കൽ അപ്പിയറൻസ്. ഓക്കെ, നൗ ഇതിനെയാണ് ഇമേജ് എന്ന് പറയുക. ഒബ്ജക്ട് മീൻസ് സംതിങ് വിച്ച് ആക്ച്വലി ഗിവ്സ് ഔട്ട് ലൈറ്റ് ഇൻ ദ സെൻസ് either it can be its own light or it can be a reflected light. ഒബ്ജക്റ്റ് തന്നെ 2 ടൈപ്പ് ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ് ഉണ്ട്. പോയിന്റ് ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഒറ്റ കുത്ത് ഇട്ട് കഴിഞ്ഞാൽ പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്താ അറിയണേ? Stars are considered to be point objects. അതേസമയം എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എനിത്തിങ് വിച്ച് ഇസ് നിയർ ടു us, അതിന് നമ്മൾ എക്സ്റ്റെൻഡഡ് ആയിട്ട് വി സേ ദാറ്റ് എ ബീം ഓഫ് ലൈറ്റ് ഇസ് ബീങ് സെൻഡ് ഫ്രം ദി എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട്. പോയിന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇറ്റ് ജനറലി കൺസിഡർ ദാറ്റ് നമ്മളൊരു റേ ഓഫ് ലൈറ്റ് ആണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ പ്ലാനറ്റിനെ ഉൾപ്പെടുത്തും. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ അത് പഠിക്കാനുണ്ട്. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർ ആണ്, അതേസമയം പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ് ആണെന്നുള്ളത് പഠിക്കാനുണ്ട്. നൗ ഇമേജും 2 ടൈപ്പ് ഉണ്ട്. വെർച്വൽ ഇമേജും ഉണ്ട്, അതേപോലെ തന്നെ റിയൽ ഇമേജും ഉണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റിയൽ ഇമേജ് എന്ന് പറയുന്നത് ആക്ച്വലി റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട്, ഓക്കെ, ഒരു മിറർ ഉണ്ട്. ആ മിററിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ആക്ച്വലി റേസ് കൂട്ടിമുട്ടിയാൽ റിയൽ ഇമേജസ് ഫോം. അതേസമയം ആക്ച്വലി കൂട്ടിമുട്ടുന്നില്ല, മറിച്ച് വി അസ്യൂം ദാറ്റ് പുറകിൽ പോയി കൂട്ടിമുട്ടുമായിരിക്കും എന്ന് അസ്യൂം ചെയ്താൽ വെർച്വൽ ഇമേജസ് ക്രിയേറ്റഡ്. ജനറലി റിയൽ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും വരുന്നത്, നമ്മുടെ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ റിയൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതേസമയം പ്ലെയിൻ മിററിലൊക്കെ ഉണ്ടാകുന്ന വെർച്വൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ജനറലി റിയൽ ഇമേജ് എന്ന് പറയുന്നത് മിററിൻ്റെ ഫ്രണ്ടിലും ലെൻസിൻ്റെ പുറകിലും ആയിരിക്കും ഉണ്ടാവുന്നത്. മിററിൻ്റെ ഫ്രണ്ടിലും ലെൻസിൻ്റെ ബാക്കിലുമാണ് ഉണ്ടാവുന്നത്. അതേസമയം വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുന്നത്? മിററിൻ്റെ ബാക്കിലും ലെൻസിൻ്റെ ഫ്രണ്ടിലുമാണ് ഉണ്ടാവുന്നത്. ഇത് ഞാൻ ഒന്നുകൂടി നമ്മൾ ഓടിച്ചിട്ട് മറ്റേ ഫിഗേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ ഇതൊന്നുകൂടി പറഞ്ഞു തരാം. അതുപോലെ റിയൽ ഇമേജിനെ നമുക്ക് കൈകൊണ്ട് ആക്ച്വലി തൊടാൻ പറ്റും, പക്ഷേ വെർച്വൽ ഇമേജിന് കൈകൊണ്ട് തൊടാൻ പറ്റില്ല. ബിക്കോസ് ഈ സംഭവം ഇതിൻ്റെ ബാക്കിലായിരിക്കും ഉണ്ടാവണേ. ഓക്കെ, മിററിൻ്റെ ഒക്കെ ബാക്കിലായിരിക്കും ഉണ്ടാവണേ. വി കാൻ റീച്ച് ഔട്ട് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു റൗണ്ട്
ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ റിയൽ ഇമേജിൻ്റെയും വെർച്വൽ ഇമേജിൻ്റെയും ഓടിച്ച് നോക്കാം. ഇനി നമ്മൾ ഫിഗർ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാവും. ഇനി കമ്മിങ് ടു പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ ഇതിൻ്റെ ഈ റിയൽ ആൻഡ് വെർച്വലിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡിഫറൻസസ് നോക്കിക്കോളൂ കേട്ടോ നന്നായിട്ട്. Now plain mirror ഇമേജസിൻ്റെ പ്രത്യേകത എന്താ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് വെർച്വൽ ബിക്കോസ് ഇറ്റ് ഈസ് ഫോമിങ് ബിഹൈൻഡ് ദ മിറർ, പുറകിലാണ് ഉണ്ടാവുന്നത് അല്ലേ വെർച്വൽ ഇമേജ്. ആൻഡ് എത്രത്തോളം ഒബ്ജക്റ്റ് ഫ്രണ്ടിലുണ്ടോ അത്രത്തോളം ആയിരിക്കും ബാക്കിൽ ഇമേജ് ഫോം ചെയ്യുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ദി ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു മിറർ ആൻഡ് ഇമേജ്. ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഫ്രം ദ മിറർ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഒബ്ജക്റ്റും ഇമേജും ഉണ്ടാവണേ. ആൻഡ് സെയിം സൈസ് ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും ഇമേജിന് ഉണ്ടാവണേ. അതുപോലെ തന്നെ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ട് കാണും, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് കാണും. ആൻഡ് ജനറലി വെർച്വൽ ആയതുകൊണ്ട് തന്നെ ഇറക്റ്റ് ഇമേജസ് ആയിരിക്കും പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്നത്. ആൻഡ് ദെയർ ആർ മെനി യൂസസ്. എന്തൊക്കെയാണ് യൂസസ്? മുഖം കാണാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പല ടൈപ്പ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പ്ലെയിൻ മിറേഴ്സ് ബാക്കി സാധനങ്ങളും ഒക്കെ യൂസ് ചെയ്യും. Now coming to the most important topic, which is the spherical mirrors. Spherical mirrors എന്ന് പറയുന്നത് എന്താണ്? ഹോളോ സ്പിയറിൻ്റെ പാർട്ടായ മിറേഴ്സിനെയാണ് നമ്മൾ സ്പെരിക്കൽ മിറേഴ്സ് എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് എ റിഫ്ലക്റ്റിംഗ് സർഫസ് ആൻഡ് ദീസ് വർ പാർട്ട് ഓഫ് എ ഹോളോ സ്പിയർ. ഒരു കണ്ണാടിയുടെ സംഭവം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിനെ നമ്മൾ പകുതിക്കെന്നല്ല ഒരു കാൽ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവാം, ഇപ്പുറത്തെ സൈഡിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവും. ചിരട്ടയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതുപോലെ ഉണ്ടാവാം റിഫ്ലക്റ്റിംഗ് സർഫസസ്. ഓക്കെ, ചിരട്ട അതായത് കോക്കനട്ടിൻ്റെ മറ്റേ സംഭവം, ആ കട്ടിയുള്ള സംഭവത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അതാണ്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഹോൾ തേങ്ങ വിച്ച് ഇസ് എ ഹോളോ സ്പിയർ. അപ്പോൾ ഹോൾ തേങ്ങ ഇസ് എ ഹോളോ സ്പിയർ ആൻഡ് ദ ചിരട്ട ഇസ് എ concave or convex, okay, depending on where the reflecting surface is. Now concave ആണെങ്കിൽ കേവിൻ്റെ ഉള്ളിലാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സിൽവർ ലൈനിങ് എന്ന് പറയുന്നത്. സിൽവർ പോളിഷിംഗ് നടത്തുന്നത് ബാക്കിലായിരിക്കും, റിഫ്ലക്റ്റിംഗ് സർഫസ് ഈ സൈഡിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇവിടെ ലെറ്റ് മീ ജസ്റ്റ് ഓക്കെ സിൽവറിങ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ കോൺകേവ് മിറർ. ബാക്ക് സൈഡിലാണ് നമ്മുടെ സിൽവറിങ് ഉള്ളത്, അതേസമയം ഫ്രണ്ട് സൈഡിലാണ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളത്. കോൺവെക്സ് എന്ന് പറയുമ്പോൾ ബൾജ്ഡ് ഔട്ട് സൈഡിലാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ബാക്ക് സൈഡിലാണ് സിൽവറിങ് എന്ന് പറയുന്നത്. Now coming to the terms related to concave mirror. So terms എന്തൊക്കെയാ? പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോൾ മീൻസ് സെൻറ്റർ ഓഫ് ദ മിറർ. ഈ മിററിൻ്റെ സെൻറ്റർ ആക്ച്വലി ഇറ്റ് ഇസ് ദെയർ. ഓക്കെ, ആ മിററിൻ്റെ സെൻറ്ററിനെയാണ് പോൾ എന്ന് പറയാം. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ വാസ് പാർട്ട് ഓഫ്. ഈ മിറർ ഒരു തേങ്ങയുടെ ഭാഗമായിരുന്നല്ലോ, ആ തേങ്ങയുടെ വെർച്വലി ഉള്ളിലെ എയറിലുള്ള സെൻറ്റർ, അതിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഓക്കെ, പോൾ എന്ന് പറയുന്നത് ചിരട്ടയുടെ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് പോൾ എന്ന് പറയാം. സെൻറ്റർ ഓഫ് കർവേച്ചർ മീൻസ് ആ തേങ്ങയുടെ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഓക്കെ, പോൾ is actually on the mirror, center of curvature is in front or in back side of the mirror. All right, now there is a line joining center of curvature and pole. Pole and center of curvature ne join cheyna line ineyanu principal axis ennu paraya. Now what is radius of curvature? Radius of curvature means the distance between center and pole ennu namakku parayam, allengi it is the radius of the sphere of which this mirror was part of. This mirror was part of a sphere. ആ സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണോ അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അപ്പേർച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടേമും കൂടിയുണ്ട്. അപ്പേർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഏരിയ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഏരിയനെയാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് പറയാം. അപ്പേർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സേ ഇങ്ങനെ ഒരു മിറർ, എൻ്റെ കൈ ഒന്ന് നോക്കണം എല്ലാവരും. ഓക്കെ, ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു മിറർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇങ്ങനെ ഒരു മിറർ ഉണ്ടെങ്കിൽ ആ മിറർ നമ്മൾ പോയിട്ട് ഒരു ഇങ്കിൽ മുക്കി എന്ന് വിചാരിച്ചോ. ഒരു ഇങ്കിൽ മുക്കിയിട്ട് നമ്മൾ ഈ പറയണ ഒരു പേപ്പറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പറിൽ കാണുന്ന ഫിഗർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ സർക്കിൾ, ആണോ അല്ലയോ? ആ സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് പറയാം. ആ സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് അപ്പേർച്ചർ എന്ന് പറയാം. ഓൾ റൈറ്റ്, ഓക്കെ, അപ്പോൾ ബാക്കി പറയട്ടെ. ഇതുവരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ശരി, ഒരു സെക്കൻഡ്. നൗ കമ്മിങ് ടു നെക്സ്റ്റ് വൺ. ഓക്കെ, ടേംസ് കഴിഞ്ഞു, പോൾ കഴിഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിസ് കഴിഞ്ഞു, ഓക്കെ, എല്ലാം കഴിഞ്ഞു. നൗ വാട്ട് ഇസ് എ കോൺകേവ്? ഓക്കെ, ഇനി കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സേ പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നു എന്ന് വിചാരിച്ചോളൂ. സേ പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ ഹോൾഡ് ഓൺ,
ഇപ്പോൾ സേ പാരലൽ ബീം, ഇപ്പോൾ കോൺകേവിലാണെങ്കിൽ പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ this reflects, concave mirror reflect ചെയ്യും and reflected rays actually converge എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. that point is known as the principal focus of concave mirror. concave mirrorന്റെ principal focus means what? It is a point on the principal axis. ഈ principal axisലെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? beam of light is falling on the concave mirror converges to this particular point which is there on the principal axis. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതേസമയം കോൺവെക്സ് മിററിന്റെ പ്രത്യേകത എന്താ? കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് എ ഡൈവേർജിങ് മിറർ. അപ്പോൾ ഈ പാരലൽ ആയിട്ട് റേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡൈവേർജസ്. അങ്ങനെ ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ വികസിച്ചിട്ട് പുറത്തേക്ക് പോവാന്ന് പറയാം. ഓക്കെ, ഒന്നിച്ച് കൂടുന്നതിൽ നിന്ന് പുറത്തേക്ക് പോവുക ചെയ്യാം. അപ്പോൾ how does it diverge? It appears to diverge from a point in the principal axis. പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നാണ് എല്ലാ റേസും വരുന്നു എന്നുള്ളത് നമുക്ക് തോന്നുക. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിലെ ഈ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുക, ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് മിറർ. So what is focus of the convex mirror? Convex mirror is a diverging mirror. Say a beam of light falls parallelly. എങ്ങനെയാ, എന്തിന് പാരലൽ ആയിട്ടാ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് a beam of light is coming. So after reflection, what happens? We can see that the reflected rays appear to diverge from a point on the principal axis. ഈ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് അഗെയിൻ, ഫോക്കസ് എന്ന് പറയുന്നത് കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ? കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് മറക്കരുത്. സൈൻ കൺവെൻഷനിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ട കുട്ടികളെ? സൈൻ കൺവെൻഷനിൽ കാണാണ്ടെയാണോ പഠിക്കേണ്ടത്? സൈൻ കൺവെൻഷനിൽ കാണാണ്ടെയല്ല പഠിക്കേണ്ടത്. ഈ ഫിഗർ ആണ് ആക്ച്വലി നമ്മൾ പഠിക്കേണ്ടത്. ഈ ഫിഗർ ആണ് നമ്മൾ ഫോക്കസിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് തലയിൽ വെക്കേണ്ടത്. so that we don't by heart all these things. okay, അപ്പോൾ ഈ ഫിഗറിൽ കോൺകേവിന്റെ ഫ്രണ്ടിലാണ് ഫോക്കസ് ഉള്ളത്. സോ ഒബ്വിയസ്ലി നെഗറ്റീവ് ആയിരിക്കും കോൺകേവിന്റെ ഫോക്കസ്. ബിക്കോസ് പോളിൽ നിന്നും ഇങ്ങോട്ട് വന്നു, ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഈ പറയുന്ന പോലെ this is going to be, focus of concave is going to be negative. അതേസമയം കോൺവെക്സിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് സൈഡ് ഓഫ് ദ മിററിലാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എഗെയിൻ റിയൽ ഫോക്കസ് ആണ് കോൺകേവിനുള്ളത്. അതേസമയം വെർച്വൽ ഫോക്കസ്, സി ബാക്ക് ഓഫ് ദ മിറർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ദിസ് ഇസ് എ വെർച്വൽ പോയിന്റ്. സോ ദിസ് ഇസ് എ വെർച്വൽ ഫോക്കസ് വിച്ച് ഇസ് പ്രസന്റ്. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ? Now what is focal length? Focal length എന്ന് പറയുന്നത് എന്താണ്? Distance between the focus and the pole. അതിനെയാണ് നമ്മൾ focal length എന്ന് പറയുന്നത്. Okay, now coming again radius. അപ്പോൾ ഈ സണ്ണിന്റെ ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക ഈ ഫോക്കസ് എവിടെയാണെന്നുള്ളത്? ഐ മീൻ ഒറിജിനലി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കോൺകേവ് മിറർ എടുത്തു എന്ന് വിചാരിച്ചോ. കോൺകേവ് മിറർ എടുത്തു കഴിഞ്ഞാൽ അത് പോയോ? ഓൾറൈറ്റ്, കോൺകേവ് മിറർ എടുത്തു കഴിഞ്ഞാൽ കോൺകേവ് മിറർ ആക്ച്വലി എല്ലാ റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലേക്ക് വരും. സോ സണ്ണിൻ്റെ ലൈറ്റിലേക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ സണ്ണിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ദൂരത്തു നിന്ന് വരുന്നത് കാരണം തന്നെ അത് പാരലൽ റേസ് ആയിട്ടായിരിക്കും വരുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. സോ ഇങ്ങനെ പാരലൽ ആയിട്ട് വന്നാൽ കോൺകേവ് ആണെങ്കിൽ ആക്ച്വലി ഒരു പോയിന്റിൽ പോയിട്ട് മീറ്റ് ചെയ്യും. നമുക്ക് കാണാൻ പറ്റും ഒരു ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള ബ്രൈറ്റ് സ്പോട്ട്. ആ ബ്രൈറ്റ് സ്പോട്ട് കറക്റ്റ് ഏറ്റവും ബ്രൈറ്റ്നെസ്സോട് കൂടി നിൽക്കുന്ന സ്ഥലമാണ് കോൺകേവിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺവെക്സിൻ്റെ അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. ഓൾറൈറ്റ്, മനസ്സിലായോ ഇത്രയും? യെസ് പറഞ്ഞേ. ഇതുവരെ മന പറഞ്ഞേ. മന ഇതുവരെ വേഗം പറഞ്ഞേ, ഞാൻ ബാക്കി നോക്കട്ടെ. ഓൾറൈറ്റ്, ഓക്കെ, ശരി. അപ്പോൾ ബാക്കി പറയാം. നൗ കമ്മിങ് ടു റൂൾസ് അല്ല. ഓക്കെ, റേഡിയസും ഫോക്കസും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പം നമ്മൾ കണ്ടു റേഡിയസിൻ്റെ, ഓക്കെ, ഒപ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടെ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താ? സെൻറ്റർ തൊട്ട് പോൾ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ റേഡിയസ് എന്ന് പറയാം. അതേസമയം ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. സ്മോൾ എഫ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. സോ ഒബ്വിയസ്ലി സ്മോൾ എഫ് ഇസ് ഗോയിങ് ടു ബി
ഡബിൾ ദ റേഡിയസ്. ഓക്കെ, ഒബ്വിയസ്ലി ഡബിൾ വരില്ല, എന്നാലും ഫോക്കസ് ചെറുതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവണം. എഫ് ഇസ് ഈക്വൽ ടു 2r ആയിരിക്കും അല്ല എഫ് ഇസ് ഈക്വൽ അല്ല ആർ ഇസ് ഈക്വൽ ടു 2f ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും ഓർമ്മ വരണം. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 2f. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കഥ. അവർ രണ്ടുപേരുടെയും എന്താണ് അവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ്. നൗ കമ്മിങ് ടു യൂസസ് അവിടെ നിൽക്കട്ടെ. ഇനി റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഓടിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റൂൾസ് എന്ന് പറയുന്നത്, ഓക്കെ ഹോൾഡ് ഓൺ, ഓക്കെ കോൺകേവ് 4 റൂൾസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റൂൾസ്? ഫസ്റ്റ്, പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ് ഇൻ എ കോൺകേവ് മിറർ. കോൺകേവ് മിററിൽ എന്താണ്? കൺവേർജന്റ് ആണ്. അപ്പോൾ പാരലായിട്ട് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടി പോകും. ഡൈവേർജന്റ് മിററിൽ എന്താണ്? പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് ഒരെണ്ണം വന്നാൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ്. ഓക്കെ, പാരലായിട്ട് വന്നു, ഫോക്കസിൽ കൂടി. അടുത്തത് എന്താ? ഫോക്കസിൽ കൂടി വന്നു, പാരലായിട്ട്. ഒന്ന് പാരലായിട്ട് വന്നു, ഫോക്കസിൽ കൂടി പോയി, ഫോക്കസിൽ കൂടിയിട്ട് വന്നു. A ray passing through the focus after reflection appears after reflection moves parallel to the principal axis. പാരലൽ ആയിട്ട് വന്നു, ഫോക്കസിൽ കൂടി പോയി, ഫോക്കസിൽ കൂടി വന്നു, പാരലൽ ആയിട്ട് പോയി. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോയി. ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്നു, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെ തിരിച്ചു പോയി. ഓക്കെ, അപ്പോൾ പാരലലായിട്ട് വന്നു, ഫോക്കസിൽ കൂടി പോയി, ഫോക്കസിൽ കൂടി വന്നു, പാരലലായിട്ട് പോയി, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്നു, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെ തിരിച്ചു പോയി. അതുപോലെ ഒബ്ലീക്ലി, പോളിന് ഒബ്ലീക്ലി മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്, അതിനെയാണ് ഒബ്ലീക്ലി എന്ന് പറയാം. ഒബ്ലീക്ലി ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അതേ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് റിഫ്ലക്റ്റഡ് റേ വരും. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ പുറത്തേക്ക് വരും. ആൻഡ് ഇൻസിഡന്റ് റേ വിച്ച് ഫാൾസ് ഒബ്ലീക്ലി ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ദാറ്റ് ഈസ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ദ റിഫ്ലക്റ്റഡ് റേ ഓൾസോ പാസസ് ഒബ്ലീക്ലി. ഒബ്ലീക്ലി മീൻസ് മേക്കിംഗ് ദ സെയിം ആംഗിൾ ആയിരിക്കും റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ റൂൾസ്. എവിടെയൊക്കെയാണ് ഈ സംഭവം ഫോം ചെയ്യണം, ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ വരയ്ക്കിയത്? നമ്മൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് എവിടെയാണ് വെക്കണേ? നമ്മൾ ആദ്യം കോൺകേവിൻ്റെയാണ് നോക്കാൻ പോണേ. കോൺകേവിന് ഒബ്ജക്റ്റ് എവിടെയാണ് വെക്കണേ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് ഇടാൻ മറക്കാൻ പാടില്ല. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും താഴെ നിന്ന്, പ്രിൻസിപ്പൽ ആക്സിസിന് താഴെ നിന്ന് തന്നെ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് മറക്കാൻ പാടില്ല. അതുപോലെ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് വേണം 2 ഇൻസിഡൻറ്റ് റേസ് വരയ്ക്കാൻ. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എവിടെ വെച്ചു? ഇൻഫിനിറ്റിയിൽ വെച്ചു. പിന്നെ ഒബ്ജക്റ്റ് കുറച്ചും കൂടി അടുത്തേക്ക് വന്നു, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ അടുത്തത് വീണ്ടും ഞാൻ ഷെയർ ചെയ്യണം, എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ? ഷെയർ ചെയ്യണം, എല്ലാവർക്കും കാണുന്നുണ്ടോ? ആ ഗായത്രി വീഡിയോ ഓൺ ചെയ്തു. അപ്പോൾ അടുത്ത ഞാൻ പറയട്ടെ. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വന്നു, പിന്നെ കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവരാൻ പോവുക, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അപ്പുറത്ത് വന്നു, ഓർ ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി എവിടെ വരും ഒബ്ജക്റ്റ്? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വരും. ഓക്കെ, ഹൈലൈറ്റഡ് പോയിന്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വരും. അടുത്തത് എവിടെ വരും? സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിൽ വരും. അടുത്തത് എവിടെ ഒബ്ജക്റ്റ് വരിക? കുറച്ചും കൂടി അടുത്ത് വന്നു, അതായത് ഫോക്കസിൽ വന്നു. ഇനി കുറച്ചും കൂടി അടുത്ത് വന്ന് ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ വന്നു. കണ്ട, ഒബ്ജക്റ്റ് അടുത്ത് വന്നു. അപ്പോൾ ഇമേജ് എവിടെ നിന്ന് തുടങ്ങും? ഇൻഫിനിറ്റിയിലാണെങ്കിൽ പാരലൽ റേസ് മാത്രം വരച്ച്, ഇൻഫിനിറ്റിയിൽ ആണെങ്കിൽ ഫോക്കസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി ഈ ഫോക്കസിൽ നിന്ന് അപ്പുറത്തോട്ട് ഒരു ചാട്ടം ചാടും, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിൽ. ഇനി അടുത്തതിൽ വീണ്ടും ഒരു ചാട്ടം ഇങ്ങോട്ട് ചാടും, ദൂരേക്ക് പോയി, മിററിൻ്റെ ദൂരേക്ക്. അപ്പോൾ അടുത്തത് എവിടെയായിരിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ആയിരിക്കും. ഇനി അടുത്തത് എവിടെയായിരിക്കും? വീണ്ടും ഒരു ചാട്ടം ഇപ്പുറത്തോട്ട് ചാടണം, ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യണേ. ഇനി ഫോക്കസിൽ വെച്ചാൽ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യും. ഇനി ഇവിടെ സ്ഥലം തീർന്നു, അപ്പോൾ ഫോക്കസിൽ വെച്ചാൽ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്തു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മുഴുവനായും മൊത്തമായും ചില്ലറയായും നമ്മുടെ സ്ഥലം കഴിഞ്ഞു. അപ്പോൾ ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ വെച്ചാൽ ഇപ്പോഴത്തെ ഒന്നും സ്ഥലമില്ല. സോ നൗ എ വെർച്വൽ ഇമേജ് ഇസ് ഗെറ്റിംഗ് ഫോംഡ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ മിറർ. സോ ഈ കോൺകേവിൻ്റെ വെർച്വൽ ഇമേജിൻ്റെ പ്രത്യേകത എന്താ? ബാക്ക് സൈഡ് ഓഫ് ദ മിററിൽ ഉണ്ടായ അതിനെയാണ് നമ്മൾ വെർച്വൽ എന്ന് പറയാം. നൗ ഇഫ് യു സീ, നോക്കിക്കോ, എല്ലാ സ്ഥലത്തും ഫ്രണ്ടിൽ ആക്ച്വലി നമ്മുടെ റിഫ്ലക്റ്റഡ് റേസ് കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കൂട്ടിമുട്ടുന്നത് ഇനി ഓരോന്നിനും എങ്ങനെയാണ് റേസ് വരയ്ക്കുക? എല്ലാത്തിനും
പാരലൽ റേസ് ഉണ്ട്, ഒരെണ്ണത്തിന് ഒഴിച്ച് ഏറ്റവും ലാസ്റ്റിന് ഒഴിച്ച് പാരലലി വന്നു ഫോക്കസിൽ കൂടി പോയി, ഇവിടെയും പാരലലി ഒരെണ്ണം വന്നു ഫോക്കസിൽ കൂടി പോയി, പാരലലി വന്നു ഫോക്കസിൽ കൂടി പോയി, ഇവിടെ പാരലലി വന്നു ഫോക്കസിൽ കൂടി പോയി, പാരലലി വന്നു ഫോക്കസിൽ കൂടി പോയി. ആകെ ഏറ്റവും ലാസ്റ്റിന് മാത്രം പാരലലി വരാനുള്ള സ്ഥലം ഇല്ലാത്ത കാരണം നമ്മൾ ഇട്ടിട്ടില്ല. ഓക്കെ, അതേസമയം രണ്ടാമത്തെ റേ, രണ്ട് റേസ് കൂട്ടിമുട്ടുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് പാരലല്, പിന്നെ ഫോക്കസിൽ കൂടി വരുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ വെക്കണേൽ ഈ പറയുന്ന പോലെ രണ്ട് പാരലൽ റേസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേൽ എങ്ങനെയാ, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോകുന്നത്. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോയി സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തിരിച്ചു വന്നു. അടുത്തത് നമ്മൾ ഒബ്ജക്റ്റ് എവിടെയാണ് വെക്കണേ, സെന്റർ ഓഫ് കർവേച്ചർ തന്നെ വെക്കണം. സോ അവിടെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി റേ വരയ്ക്കില്ല, മറിച്ച് ഫോക്കസിൽ കൂടി റേ വരയ്ക്കും. ഫോക്കസിൽ കൂടി വന്നു അപ്പുറത്ത് പാരലലായിട്ട് പോയി. ഇനി നമ്മൾ ബാക്കി എല്ലായിടത്തും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയിട്ട് വരയ്ക്കണം. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയിട്ട് ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ, ഇൻസിഡന്റ് റേ വരികയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ. ബാക്കി എല്ലാത്തിനും ഇവിടെ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയുള്ള റേ ഉണ്ട്, ഇവിടെയും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയുള്ള റേ ഉണ്ട്, ഇവിടെയും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയുള്ള റേ ഉണ്ട്. ഓക്കെ, നൗ റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടി, ഇവിടെ കണ്ടോ, ഇവിടെ ആക്ച്വലി കൂട്ടിമുട്ടി പോയിന്റ് സൈസ്ഡ് ഇമേജ്, പിന്നെ കുറച്ച് വലുതായി. ഓക്കെ, കുറച്ച് വലുതായി, റിയൽ ആണ്, ആക്ച്വലി കൂട്ടിമുട്ടുന്നുണ്ട്, റിയൽ ആണ്, പക്ഷെ തലകുത്തനെയാണ്. ഓക്കെ, ഇൻവേർട്ടഡ് ആണ്, സ്മോൾ ആണ്. സെന്റർ ഓഫ് അപ്പൊ ഭയങ്കര പോയിന്റ് സൈസ് ആയിരുന്നു, ഇത്തിരി വളർന്നു പക്ഷെ സ്മോൾ ആണ്. ഇനി സെയിം സൈസായി. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോൾ സെയിം സൈസ് ആവും. ഇനി അടുത്തത് സെന്റർ ഓഫ് കർവേച്ചറിന്റെ അപ്പുറത്തേക്ക് വരുമ്പോഴോ സൈസ് കുറെ കൂടി ബിഗ് ആയി, എൻലാർജ്ഡ് ആയി. ഇനി ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ വെരി എൻലാർജ്ഡ് ആണ്, പക്ഷെ അപ്പോഴും റിയൽ തന്നെയാണ്. Now last image നോക്കിയേ, last image is a virtual image. It is forming behind the mirror. Actually കൂട്ടിമുട്ടുന്നില്ല. കാരണം we are assuming that if we produce these two reflected rays backwards, we are assuming that അവിടെ കൂട്ടിമുട്ടുന്നുണ്ടെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ വെർച്വൽ എന്ന് പറയണേ. വെർച്വൽ കണ്ടോ, മിററിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടായി. റിയൽ ഇമേജ് കണ്ടോ, റിയൽ ഇമേജ് നമ്മുടെ മിററിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ ടേബിൾ. ഓക്കെ, ഒരു സെക്കൻഡ് ഈ ടേബിൾ ഒന്ന് വായിച്ച് നോക്കിയുടെ കുട്ടികളെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് ഉണ്ടായ ഏത് ഫിഗർ ഏതാ നമ്മൾ യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവണേ. നൗ കമ്മിങ് ടു കോൺവെക്സ് സിമ്പിൾ ആണ്. കോൺവെക്സ് ആയിട്ടുള്ള മിറർ എന്ന് പറയുന്നത് ആകെ രണ്ടേ പൊസിഷൻസേ ഉള്ളൂ. ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസ് ഇൻഫിനിറ്റിയുടെയും പോളിൻ്റെയും ഇടയിലാണ് എവിടെ വെച്ചാലും. ഡിമിനിഷ്ഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് നോക്കിക്കോടെ കുട്ടികളെ. വെർച്വൽ ഇമേജ് കോൺകേവും ഫോം ചെയ്യും, കോൺവെക്സും ഫോം ചെയ്യും. കോൺകേവ് എന്ന് പറയുന്നത് എവിടെയാ ഫോം ചെയ്യണേ, ബിഹൈൻഡ് മിറർ ആണ് ഫോം ചെയ്യണേ. കോൺവെക്സും ബിഹൈൻഡ് മിറർ തന്നെയാണ് ഫോം ചെയ്യണേ. ഡിഫറൻസ് എന്താ, കോൺകേവ് ആണോ വലുതുണ്ടാവും, കോൺവെക്സ് ആണോ ചെറുതുണ്ടാവും. കോൺകേവ് മിറർ ആണെങ്കിൽ വലുതാണ്, കോൺവെക്സ് മിറർ ആണെങ്കിൽ ചെറുതാണ്. സോ എവിടെയൊക്കെ ചെറിയ ഇമേജ് നമുക്ക് മിററിൽ കാണണോ അവിടെയൊക്കെ നമുക്ക് കോൺവെക്സ് മിറർ യൂസ് ചെയ്യാം. എവിടെയൊക്കെ വലിയ ഇമേജ് കാണണോ അവിടെയൊക്കെ നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്യും. കോൺകേവ് മിററിന്റെ എല്ലാ കേസസും യൂസ് ചെയ്യാൻ പറ്റില്ല. കോൺകേവ് മിററിൽ വെർച്വലി, അതായത് മിററിന്റെ ഉള്ളിൽ നമുക്ക് വലുതായി സംഭവത്തിനെ കാണണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വെക്കും, നമ്മൾ ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിൽ വെക്കണം. എന്നാൽ മാത്രമേ വെർച്വൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ബാക്കി ഒരു സമയത്തും നമുക്ക് ആക്ച്വലി മിററിൽ സാധനം കാണാൻ പറ്റില്ല. ഓക്കെ, മിററിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാവണേ. വെർച്വൽ ആ മിററിൽ കാണണം എന്നുണ്ടെങ്കിൽ രണ്ട് ക്രൈറ്റീരിയ, ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിലായിരിക്കണം. എൻലാർജ്ഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കോൺകേവ്. ഓക്കെ, ഇനി അഥവാ ചെറുതായിട്ട് കാണണമെങ്കിൽ കോൺവെക്സ് ഉണ്ടാവണം. അത് എവിടെ വെച്ചാലും കുഴപ്പമില്ല. ഇൻഫിനിറ്റി ഒബ്വിയസ്ലി ഇൻഫിനിറ്റിയിലുള്ള സാധനം നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എവിടെ വെച്ചാലും കുഴപ്പമില്ല. എനിവേ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ആപ്ലിക്കേഷൻ ആലോചിച്ച് നോക്കിയേ. മേക്കപ്പ് മിറർ എന്താണ്, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഡെന്റിസ്റ്റിന്റെ മിറർ എന്താണ്, ഷേവിംഗ് മിറർ എന്താണ്, എന്തായിരിക്കും വേണ്ടത് നമുക്ക്. അതിന്റെ റിക്വയർമെന്റ് എന്താ, ഷേവിംഗ് മിറർ എന്ന് പറയുന്നത്, ഡെന്റിസ്റ്റിന്റെ മിറർ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ റിക്വയർമെന്റ്. മിററിൽ കാണണോ ഒബ്വിയസ്ലി മിററിൽ കാണണം. എൻലാർജ്ഡ് ആവണം. അപ്പോൾ ഏത് യൂസ് ചെയ്യും നമ്മൾ, ഒബ്വിയസ്ലി കോൺകേവ് യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ പല്ല് ഷുഡ് ബി ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദ പോൾ. ഓക്കെ, അങ്ങനെയായിരിക്കും ഉണ്ടാവേണ്ടത്. ഓൾറൈറ്റ്, അതേസമയം റെയർ വ്യൂ മിറേഴ്സ് എന്ന് വിചാരിച്ചോ. റെയർ വ്യൂ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആരാണ്, മാളു അല്ലേ ചോദിച്ചത് എന്നോട്. റെയർ വ്യൂ മിറേഴ്സ് എങ്ങനെ ഉണ്ടാവണം, ചെറുതായിരിക്കണം. ലോറിയുടെ അതേ സൈസിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റുമോ, കാണാൻ പാടുമോ, പാടില്ല. ലോറീനെ ചെറുതാക്കിയിട്ട് കാണിക്കണം. ഓക്കെ,
അപ്പോൾ അതേപോലെ എല്ലാ സാധനങ്ങളും ചെറുതായിട്ട് കാണിക്കണം, മിററിന്റെ ഉള്ളിൽ കാണണം. വെർച്വൽ ആയിരിക്കണം, ചെറുതുമായിരിക്കണം. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കോൺവെക്സ് മിറർ. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് അതിൻ്റെ. അപ്പോൾ ഷേവിങ് സെറ്റ് ആണ്, ഷേവിങ് മിറർ ആണെങ്കിലും ഡെന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും മേക്കപ്പിൻ്റെ എല്ലാത്തിനും കോൺകേവ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നൗ അതേസമയം നമ്മുടെ ബാക്കി സംഭവങ്ങൾ, അതായത് ഷോപ്പിൽ സെക്യൂരിറ്റി മിറേഴ്സ് ഫുൾ വൈഡർ റേഞ്ച് കാണണമല്ലേ. അപ്പോൾ സെക്യൂരിറ്റി മിറേഴ്സും റെയർ വ്യൂ മിറേഴ്സും ഇറക്റ്റ് ആയിട്ട് തന്നെ കാണും, അതുപോലെ തന്നെ വെർച്വൽ ആയിട്ട് കാണണം, മിററിൽ കാണണം, സ്മോൾ ആയിട്ട് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ കോൺകേവിൻ്റെ വേറെ യൂസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഹെഡ്ലൈറ്റ്, ഇതിലെന്താ പ്രത്യേകത? ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റ് ഒക്കെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിപ്പോൾ സേ ഫോക്കസിൽ നമ്മൾ നമ്മുടെ ലൈറ്റിനെ വെച്ചു എന്ന് വിചാരിച്ചോ. ഫോക്കസിൽ നമ്മൾ ലൈറ്റിനെ വെച്ചാൽ ഈ പറയുന്ന പോലെ പുറകിൽ നമ്മൾ മിറേഴ്സിനെ വെച്ചാൽ പുറകിൽ പോയിട്ട് എല്ലാ ബീമും തട്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാരലൽ ബീം പുറത്തേക്ക് വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഫോക്കസിലാണ് നമ്മുടെ ലൈറ്റ് എന്നുണ്ടെങ്കിൽ ദ കോൺകേവ് മിറർ റിഫ്ലെക്ട്സ് ഓൾ ദ ലൈറ്റ് ആസ് എ പാരലൽ ബീം, സ്ട്രോങ് ആയിട്ടുള്ള പാരലൽ ബീം ആയിട്ടായിരിക്കും പുറത്തേക്ക് റിഫ്ലെക്ട് ചെയ്ത് വരുന്നത്. So that is the application of concave mirror. Reflector ആയിട്ട് that is the application. Reflector in a torch. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫോക്കസിലായിരിക്കും വരയ്ക്കുന്നത്. ഹെഡ്ലൈറ്റ് ഫോക്കസിലായിരിക്കും ലൈറ്റ് ഉണ്ടാവണേ, സെർച്ച് ലൈറ്റിൽ ലൈറ്റ് ഇസ് ഓൺ ദ ഫോക്കസ്. എന്നിട്ട് എന്താ സംഭവിക്കുക? പുറകിൽ പോയിട്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് പാരലൽ ബീമായിട്ട് പുറത്തേക്ക് വരും. റൂം ഹീറ്റേഴ്സിൽ സെയിം തിങ് ഹാപ്പൻസ്. ഹീറ്ററിൻ്റെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നടുക്കായിരിക്കും, ഫോക്കസിലായിരിക്കും, അതേസമയം റിഫ്ലക്റ്റർ ബാക്കിലായിരിക്കും. സോ ഇറ്റ് സ്പ്രെഡ്സ് ഔട്ട് ടു ദ റൂം ഫാസ്റ്റ്. ഹെഡ് മിറർ ഓഫ് ദ ഡോക്ടർ ഓൾസോ ദ സെയിം തിങ്. ഇനി അതേസമയം ഡിഷ് ആൻറ്റിന എടുത്തു എന്ന് വിചാരിച്ചോ. ഡിഷ് ആൻറ്റിനയിൽ എന്താ? കോൺകേവ് തന്നെയാണ് യൂസ് ചെയ്യണേ അവിടെ, അല്ലെങ്കിൽ സോളാർ ഫർണസിൽ ഒക്കെ എന്താ സംഭവിക്കണേ? അവിടെ പാരലായിട്ട് റേസ് വന്നു. ഓക്കെ, പാരലായിട്ട് സണ്ണിൻ്റെ റേസ് വന്നു. നമ്മൾ ഈ ഫോക്കസിൽ കൊണ്ടുപോയിട്ട് സോളാർ ഫർണസ് വെച്ചു. അപ്പോൾ സണ്ണിൽ നിന്നുള്ള ചൂട് മുഴുവൻ ഈ ഫർണസിൽ ഫോക്കസ് ആവുകയാണ് ചെയ്യുക. ആൻഡ് ഭയങ്കരമായിട്ടുള്ള ചൂട് ക്രിയേറ്റ് ആവും. ഈവൻ സ്റ്റീൽ ഉൾപ്പെടെ നമുക്ക് ഇവിടെ ഉരുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഡിഷ് ആൻറ്റിന, ആ അംബ്രല്ല പോലത്തെ ഡിഷ് എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഫോക്കസസ് ഓൾ ദ റേസ് ഓൺ ടു ദ ആൻറ്റിന വിച്ച് ഇസ് ദെയർ അറ്റ് ദ ഫോക്കസ്. ഇതിൻ്റെയൊക്കെ പടം കൂടി വരയ്ക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയാണ് സംഭവം. ഇനി കമ്മിങ് ടു എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ? കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ മിററിൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സൈസ് എത്ര ദൂരം പോയാലും അടുത്ത് വന്നാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദ സെയിം സൈസ്. അതേപോലെ കോൺകേവ് മിററിൽ മിററിൻ്റെ ഉള്ളിൽ കണ്ട, ദാറ്റ് ഇസ് എ വെർച്വൽ മിറർ, കണ്ട മാഗ്നിഫൈഡ് ആയിരിക്കും. കോൺവെക്സ് മിററിൽ മിററിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇമേജ് കണ്ട ഡിമിനിഷ്ഡ് ആയിരിക്കും, ചെറുതായിരിക്കും. ദാറ്റ് ഇസ് ഹൗ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നൗ സൈൻ കൺവെൻഷൻസ്. സൈൻ കൺവെൻഷൻ്റെ സംഭവം മാത്രം പറഞ്ഞു തരാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ സമയമില്ല. ഈ പറയുന്ന പോലെ പോളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നാൽ നെഗറ്റീവ്, റൈറ്റിലേക്ക് പോയാൽ പോസിറ്റീവ്, മുകളിലേക്ക് പോയാൽ പോസിറ്റീവ്, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ്. ഓക്കെ, ഫോക്കസ് ഓഫ് കോൺകേവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ബിക്കോസ് വി ആർ ഗോയിങ് ടു ലെഫ്റ്റ് സൈഡ്. ഫ്രം പോൾ ആണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ഫ്രം പോൾ ആണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ ഇടത്തോട്ട് ലെഫ്റ്റിലേക്ക് വന്നു, ദാറ്റ് ഇസ് നെഗറ്റീവ്. അതേസമയം കോൺവെക്സിൻ്റെ എങ്ങനെയാണ്? റൈറ്റിലേക്കാണ് ഫോക്കസ് നമ്മൾ പോവുക. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. ഓക്കെ, ഇനി ഇതിൽ നോക്കി, യു എന്ന് പറയുന്നത് സകല സാധനത്തിലും നെഗറ്റീവ് ആണ്. എല്ലാത്തിനും നമ്മൾ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്, ഇപ്പോഴത്തെ സൈഡിലേ വയ്ക്കുള്ളൂ. അപ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. സോ ഒബ്വിയസ്ലി യു ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ് ഇൻ എവറി സിംഗിൾ കേസ്. ഇനി അതേസമയം വി എന്ന് പറയുന്നത് എന്താ? ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് എവിടെയാണ് ഇവിടെ ഫോം ചെയ്യണേ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ ലെഫ്റ്റ് സൈഡ്, ഇവിടെ ലെഫ്റ്റ് സൈഡ്, ഇവിടെ ലെഫ്റ്റ് സൈഡ്, ഇവിടെ മാത്രം റൈറ്റ് സൈഡ്. അപ്പോൾ ഇൻ 1 2 3 4 5 കേസസിൽ വി ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. ബട്ട് ഇൻ ദ ലാസ്റ്റ് കേസ് വെർ വെർച്വൽ ഇമേജസ് ഫോം, വി ഈസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. കാരണം അപ്പുറത്തെ സൈഡിലാണ് ഫോം ചെയ്തേ. ഓക്കെ, ഇനി അതേസമയം കോൺവെക്സിന് എന്താ? യു ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. എല്ലാത്തിലും ലെൻസിലും മിററിലും ഒക്കെ യു ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. പക്ഷേ ഇവിടെ വി എങ്ങനെയാണ്? വി എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിലാണ് ഫോം ചെയ്യണത്. കാരണം പോളിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം. അപ്പോൾ ദിസ് ഇസ് പോസിറ്റീവ്, വി ഈസ് പോസിറ്റീവ്. ഇവിടെയും വി ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുലയൊക്കെ നോക്കിക്കോ. മാഗ്നിഫിക്കേഷനിൽ നിന്നും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നതൊക്കെ നോക്കിക്കോണേ, അതൊക്കെ വീഡിയോയിലുണ്ട്. ഇനി മിറർ ഫോർമുല എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ്. 1/f is equal to 1/v plus 1/u.
നിങ്ങൾക്ക് അറിയാലോ ലെൻസ് ഫോർമുല 1/f = 1/v - 1/u. ലെൻസിന്റെ എല്ലിന് താഴെ ഹൊറിസോണ്ടൽ സാധനം ഉണ്ട് അല്ലേ, ആ എല്ല് അത് മറക്കാൻ പാടില്ല, പ്ലസും മൈനസും തിരിച്ച് മാറാൻ പാടില്ല. ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ എല്ല് ഇതാണ് ഓർക്കേണ്ടത്, ദിസ് ഇസ് മൈനസ്. ഓക്കെ, അതേസമയം മിറർ ഫോർമുല എന്താണ്, പ്ലസ് ആയിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, 1/f = 1/v + 1/u. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സൈസ് ഓഫ് ദി ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഓബ്ജക്റ്റ്, വലുതായോ ചെറുതായോ എന്ന് പറയുന്നതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ എമ്മിന്റെ ഫോർമുല എന്താ, മിറർ ഫോർമുല പ്ലസ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും, -v/u ആയിരിക്കും. പക്ഷേ അതേസമയം ലെൻസ് ഫോർമുല എന്ന് പറയുന്നത് 1/f = 1/v - 1/u ആണ്. മാഗ്നിഫിക്കേഷൻ അപ്പോൾ എന്തായിരിക്കും, +v/u ആണ്. പക്ഷെ രണ്ട് കേസിലും മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +hi/ho ആണ്, അതിന് മാറ്റമില്ല, +hi/ho തന്നെയാണ്. പക്ഷെ വിന്റെയും യുവിന്റെയും സൈനിന് മാറ്റമുണ്ട്. അത് ഓക്കെ ആണോ കണ്ടത്. നേച്ചർ ഓഫ് ദ ഇമേജ് അല്ല, അപ്പം നമുക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിൽ നേച്ചർ ഓഫ് ദ ഇമേജും സൈസ് ഓഫ് ദ ഇമേജും കണ്ടുപിടിക്കാൻ പറയും. അപ്പം നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ അല്ല വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണോ എന്ന് പറയുന്നതിനെയാണ് നേച്ചർ ഓഫ് ദ ഇമേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ -v ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. -v കിട്ടിയ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. +v കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അത് മറക്കാൻ പാടില്ല, കാണാതെ പഠിക്കരുത്, ഫിഗർ ആണ് നമ്മുടെ തലയിൽ വരേണ്ടത്. ഓക്കെ, ഇനി സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്താണ്, ഇൻ കേസ് നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ആക്ച്വലി ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ചില കേസസിൽ തരില്ല, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്നുള്ളത് പറഞ്ഞാൽ മതി. അത് v/u വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ. നൗ കമ്മിങ് ടു റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആക്ച്വലി ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. ഒരു മീഡിയത്തിൽ നിന്നും ഇനി ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ആക്ച്വലി ബെൻഡ്സ്, അങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ എങ്ങനെ രണ്ട് മീഡിയംസ് ആയിരിക്കണം, എയറിൽ നിന്നും വേറൊരു എയറിലേക്ക് പോയി കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യില്ല. രണ്ട് മീഡിയംസും ദേ ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. അതിനെയാണ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ്, ഓപ്റ്റിക്കൽ റെയറർ മീഡിയം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. സ്പീഡ് കൂടുതൽ, ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലുള്ള മീഡിയം ഈസ് ഓപ്റ്റിക്കലി റെയറർ മീഡിയം. റെയറർ മീഡിയം ആണെങ്കിൽ ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ, ഡെൻസർ മീഡിയം ആണെങ്കിൽ ലൈറ്റ് ട്രാവൽസ് സ്ലോവർ. പക്ഷെ ഒപ്റ്റിക്കലി ഡെൻസർ, ഓക്കെ, ഒറിജിനൽ ഡെൻസിറ്റിയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും വ്യത്യാസമുണ്ട്. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം മീൻസ് ലൈറ്റ് ട്രാവൽസ് സ്ലോവർ, റെയറർ മീഡിയം മീൻസ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ. ഓക്കെ, അപ്പം ഇനി എന്തുകൊണ്ടാണ്, വാട്ട് ഇസ് ദ കോസ് ഓഫ് റിഫ്രാക്ഷൻ? In different mediums they have different optical densities. Optical densities are different ആവുമ്പോൾ speed of light is going to be different in different mediums. അപ്പോൾ സ്പീഡ് ഡിഫറെൻ്റ് ആവുമ്പോൾ അങ്ങനെയാണ് ബെൻഡിങ് കോസ് ആവുന്നത്. ഓക്കെ, only because the speed is different for different mediums, refraction അല്ലെങ്കിൽ bending of light happens. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ നമ്മൾ നോക്കിയാൽ 3 × 10⁸ അടുപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഗ്ലാസ്സിൽ 2 × 10⁸ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്പീഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റ് ഒരു സ്ഥലത്ത് നിന്ന് ഇനി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ബെൻഡ് ചെയ്യുന്നത്. Now what is angle I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻസിഡൻറ്റ്. again we have all the three things. ഇൻസിഡൻറ്റ് റേ ഉണ്ട്, അതുപോലെ നോർമൽ ഉണ്ട്. നോർമൽ again പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതിനെയാണ് നോർമൽ എന്ന് പറയുക. അതേസമയം റിഫ്രാക്റ്റഡ് റേ ഇതെന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മറക്കാൻ പാടില്ല. നൗ വാട്ട് ഹാപ്പൻസ്, റെയറർ ടു ഡെൻസർ മീഡിയം വന്നു കഴിഞ്ഞാൽ എന്താ, ഫ്രീയിൽ നിന്നും ഭയങ്കര സ്ട്രിക്റ്റായി, ഡെൻസിറ്റി മീൻസ് സ്ട്രിക്റ്റായി എന്ന് വിചാരിച്ചോ, സ്ട്രിക്റ്റായ റിഫ്രാക്റ്റഡ് ലൈറ്റിനെ നോർമലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റിലേക്ക് വരുന്നത് പോലെയാണ്. അപ്പോൾ അടുത്തേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ നോക്കും. അപ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു റിഫ്രാക്റ്റഡ് റേനെ. ഡെൻസർ ടു റെയറർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് പിന്നെ ലൂസായി. അപ്പോൾ ഇറ്റ് മൂവ്സ് എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. ഓക്കെ, നൗ ഗ്ലാസ് ബ്ലോക്കിൻ്റെ എങ്ങനെയാണ് നടക്കണേ റിഫ്രാക്റ്റഡ് റേ? ഗ്ലാസ് ബ്ലോക്ക് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്,
ഹോൾഡ് ഓൺ ഒറ്റ സെക്കൻഡ്. ഇതിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടാവും ആൻഡ് ദർ ഇസ് ഗോയിങ് ടു ബി എ റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഇവിടെ എന്താ ഗ്ലാസ് ബ്ലോക്കിൽ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം റിഫ്രാക്ഷൻ നടക്കും. സോ ദിസ് ഇസ് എയർ ആൻഡ് ദിസ് ഇസ് ഗ്ലാസ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഒരു റേ വന്നു. നൗ ഇറ്റ് ഈസ് മൂവിങ് ഫ്രം എയർ ടു ഗ്ലാസ്. നൗ വാട്ട് ഹാപ്പൻസ്? optically rarer medium to optically denser medium. So it moves towards the normal. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്തു. Now from glass to air another refraction is there. അപ്പോൾ it moves away from the normal. Okay. Again incident rayയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ഇവിടെ എഗെയിൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്, ഇവിടെ എഗെയിൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്, ഇവിടെ എഗെയിൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുക. പുറത്തേക്ക് ഗ്ലാസ് സ്ലാബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേന്, ഈ ഒരു റേനെയാണ് നമ്മൾ ഇമർജൻറ്റ് റേ എന്ന് പറയുക. ദിസ് റേ ഇസ് നോൺ ആസ് എമർജൻറ്റ് റേ. സോ ആംഗിൾ വിത്ത് ദ എമർജൻറ്റ് റേ മേക്സ് വിത്ത് ദ നോർമൽ, അതിനെയാണ് ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ ഈ പറയുന്നത് പോലെ ഇതിൽ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? 2 പ്രാവശ്യം റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇഫ് യു സീ ഇൻസിഡൻറ്റ് റേ ആൻഡ് എമർജൻറ്റ് റേ, ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. ഇൻസിഡൻറ്റ് റേ ആൻഡ് എമർജൻറ്റ് റേ ആർ പാരലൽ ടു ഈച്ച് അതർ. പക്ഷേ ആകപ്പാടിയുള്ള ട്വിസ്റ്റ് എന്താണ്? തേർഡ് പോയിന്റ് ഇസ് ഇൻസിഡൻറ്റ് റേ അതേപോലെ അല്ല പുറത്തേക്ക് പോണേ. സേ ഇഫ് യു സീ ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ ലൈക്ക് ദിസ്. ഓക്കെ. പക്ഷേ there is a lateral displacement which has happened. Lateral displacement means emergent ray has laterally displaced from this particular incident ray. ഇതാണ് ഗ്ലാസ് ലാബിൻ്റെ റിഫ്രാക്ഷനിൽ സംഭവിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? സോ ദിസ് ഇസ് ഗ്ലാസ് ലാബിൻ്റെ റിഫ്രാക്ഷൻ. സോ ആംഗിൾ ഓഫ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്ലോക്കിൽ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനെയൊക്കെ അനുസരിച്ചിരിക്കണേ? ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എത്ര ആംഗിൾ, ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഏത് ആംഗിളിലാണ് നമ്മുടെ ഗ്ലാസ് സ്ലാബിൽ വന്ന് നമ്മുടെ ലൈറ്റ് വീഴണേ. രണ്ടാമത് വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബ്, ഗ്ലാസ് സ്ലാബ് എത്ര തിക്കാണ്. മൂന്നാമത് വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് സ്ലാബ്. എല്ലാ ഗ്ലാസ്സിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, പല ഗ്ലാസ്സിന് പല കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. സോ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. ഇതിന് മൂന്നെണ്ണത്തിന് അനുസരിച്ചിട്ടായിരിക്കും ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. ഓക്കെ. വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ്, ഇത്രയും ഡൗട്ട് ഉണ്ടോ എല്ലാവർക്കും? എഫക്ട്സ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളത്തിൽ ഒരു സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എന്തെങ്കിലും ഒരു പെൻസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ബ്രോക്കൺ അല്ലേ കുറച്ച്. അതെന്താ കാരണം? ഉള്ളിൽ നിന്നും, അപ്പോൾ ദെയർ ആർ പോയിന്റ്സ് ഓഫ് പെൻസിൽസ് വിച്ച് ആർ ദെയർ ഇൻസൈഡ് ദ വാട്ടർ. ആ വാട്ടറിൻ്റെ ഉള്ളിൽ നിന്നും ലൈറ്റ് റേസ് ഓക്കെ, ആ ലൈറ്റ് റേസ് ഈ പറയുന്ന പെൻസിൽ വിച്ച് ഇസ് ദെയർ ഇൻസൈഡ് ദ വാട്ടർ, ആ പർട്ടിക്കുലർ പാർട്ടിൽ നിന്നും ലൈറ്റ് റേസ് വരും. ദേ അണ്ടർഗോ റിഫ്രാക്ഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി വി ഫീൽ ദാറ്റ് ഈ പെൻസിൽ കുറച്ച് റിഫ്രാക്റ്റഡ് ആയിട്ട് വേറൊരു സ്ഥലത്താണ് നിൽക്കണേ എന്നുള്ള ഫീലിംഗ് നമുക്ക് ക്രിയേറ്റഡ് ആകും. ഓക്കെ. അതുകൊണ്ട് പെൻസിൽ അപ്പിയേഴ്സ് ടു ബി ബ്രോക്കൺ. ഓൾറൈറ്റ്, ഒരു സെക്കൻഡ്. ഓൾറൈറ്റ്. അതുപോലെ തന്നെ നമ്മളൊരു ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചോളൂ. സ്വിമ്മിംഗ് പൂളിൽ നോക്കിയാലും എഗെയിൻ ദ സെയിം തിങ് ഹാപ്പൻസ്. ദാറ്റ് ഇസ് സ്വിമ്മിംഗ് പൂള് appears deeper, okay, അല്ല appears less deep than it actually is. Why? Because ഈ പറയുന്നത് പോലെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിഭാഗത്ത് നിന്നും വരുന്ന ലൈറ്റ്, ഓക്കെ, ബോട്ടം സൈഡ് ഓഫ് ദ സ്വിമ്മിംഗ് പൂളിൽ നിന്നും വരുന്ന ലൈറ്റ്, ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആൻഡ് വാട്ട് വി സീ ഈസ് എ വെർച്വൽ ഇമേജ് ഓഫ് ദ ബോട്ടം സൈഡ്. ഓക്കെ, വെർച്വൽ ഇമേജ് ഓഫ് ദ ബോട്ടം സൈഡ് ആയതുകൊണ്ടാണ് ഇറ്റ് അപ്പിയേഴ്സ് ഈ പറയുന്ന പോലെ ലെസ് ഡീപ്പർ ദാൻ ഇറ്റ് ആക്ച്വലി ഈസ്. കോയിൻ ആണെന്നുണ്ടെങ്കിലും സെയിം തിങ്, ഇറ്റ് അപ്പിയേഴ്സ് റേസ്ഡ്, കുറച്ച് പൊങ്ങി നിൽക്കണ പോലെ തോന്നും. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് കോയിൻ ഉള്ളിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ and we see a virtual image of the coin which appears much more raised than it actually is. Okay, now what are the laws of refraction? Laws of refraction എന്ന് പറയുന്നത് again incident ray, refracted ray, അതുപോലെ തന്നെ നമ്മുടെ normal, they all lie on the same plane. പിന്നെ വ്യത്യാസം എന്താണ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷനും തമ്മിൽ? ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരുന്നു ആംഗിൾ മറ്റേ ലോ ഓഫ് റിഫ്ലക്ഷനിൽ. അതേസമയം ലോ ഓഫ് റിഫ്രാക്ഷനിൽ സൈൻ ഓഫ് ആംഗിൾ ഐ, സൈൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആൻഡ് സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് റേ അത് കോൺസ്റ്റന്റ് ആണ് ഫോർ ഗിവൺ മീഡിയം. ഫോർ ഗിവൺ മീഡിയത്തിന് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഗോയിങ് ടു ബി constant. It does not depend on angle I.
ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്? ദിസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ആർ ദ മീഡിയംസ്, ഏത് രണ്ട് മീഡിയ ആണ്, അതുപോലെ വാട്ട് ഇസ് ദ വേവ് ലെങ്ത്. ഈ രണ്ട് കാര്യങ്ങളെയാണ് sin i by sin r ആയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ് ചെയ്യണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? sin i by sin r is constant for a given medium and for a given wavelength. ഇതിനെയാണ് ഈ sin i by sin r എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ആംഗിൾ ഐ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നൗ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ മീനിങ് എന്താ? ഇപ്പം അതിനെ എങ്ങനെ എഫക്റ്റഡ് ആവണേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇപ്പോൾ കൂടുതലാണെന്ന് വിചാരിച്ചോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടറിനെക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കൂടുതലാണ്. അപ്പം എയറിൽ നിന്നും ലൈറ്റ് ഗ്ലാസ്സിലേക്കും വന്നു, എയറിൽ നിന്നും ലൈറ്റ് വാട്ടറിലേക്കും വന്നു. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസ്സിൽ കൂടുതലായത് കാരണം ബെൻഡിങ് ഈസ് മോർ ഇൻ ഗ്ലാസ്. അതേസമയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിൽ കുറവായത് കാരണം ബെൻഡിങ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ഇൻ വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ് മീൻസ് ബെൻഡിങ് ഇൻക്രീസസ്. ഓക്കെ, വളഞ്ഞു വരുന്നത് ഇൻക്രീസ് ചെയ്യും. നൗ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഒന്നുകൂടി പറയട്ടെ. യാ, ലൈറ്റ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് എന്താ? സേ ലൈറ്റ് ട്രാവൽസ് ഫ്രം വാക്വം ടു മീഡിയം, അല്ലെങ്കിൽ എയർ ടു മീഡിയത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചോ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞു തരാൻ പോവാണ്. സേ ലൈറ്റ് ഹാസ് ട്രാവൽ ഫ്രം എയർ ടു മീഡിയം അല്ലെങ്കിൽ വാക്വം ടു മീഡിയം, then the value of sin i by sin r, അതിനെയാണ് absolute refractive index എന്ന് പറയാം. Say light has traveled from vacuum to medium, then the value of sin i by sin r നെയാണ് absolute refractive index എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് absolute refractive index ഉണ്ട്, relative refractive index ഉണ്ട്, രണ്ട് സാധനങ്ങളുണ്ട്. Now what is relative refractive index? രണ്ട് മീഡിയംസ് ഉണ്ട്, എയറോ വാക്വമോ അല്ലാതെ ഇപ്പോൾ ഗ്ലാസും വാട്ടർ എന്ന് പറഞ്ഞിട്ട് രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഇവരുടെ കമ്പാരിറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? അതിനെയാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അപ്പോൾ ഇത് നോക്കിയേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1, അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 1n2 എന്ന് എഴുതും, ഓർ n21 എന്ന് എഴുതും. ഓക്കെ, ഇത് എഴുതിക്കോ, ഇത് എഴുതിയെടുത്തോ, ഇതെല്ലാവർക്കും തെറ്റുന്നതാണ്. 1n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് വൺ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വൺ. Refractive index of second one with respect to first one. Now light is entering from 1 to 2. Refractive index of second one with respect to first one. ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? n21 എന്നാണ് എഴുതുക. അൺഫോർച്ചുനേറ്റ്ലി n21 എന്നാണ് എഴുതുക. ഇനി ഇതിൻ്റെ വെലോസിറ്റി ആയിട്ടുള്ള ബന്ധം എന്താണ്? വെലോസിറ്റി ഇൻ ഫസ്റ്റ് മീഡിയ ബൈ വെലോസിറ്റി ഇൻ സെക്കൻഡ് മീഡിയ. വെലോസിറ്റി ഇൻ ഫസ്റ്റ് മീഡിയ ബൈ വെലോസിറ്റി ഇൻ സെക്കൻഡ് മീഡിയ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് sin i by sin r എന്ന് പറയുന്നത്. ഇതൊന്ന് എഴുതിയെടുത്തേടെ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് തരും. സോ വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസിന്റെ ഫോർമുല എന്താ? സ്പീഡുമായിട്ട് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യണേ? സി മീൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. C by velocity of the light in glass, C by Vg. Okay, refractive index of water എന്ന് പറഞ്ഞാൽ velocity of light in air divided by velocity of the light in water. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോ. refractive index of glass means C by velocity of light in glass. refractive index of water means C by VW. Okay, എല്ലാം C by absolute refractive index means C will come on top. Okay, എന്നിട്ട് വെലോസിറ്റി ഓഫ് ദ മീഡിയം എന്നായിരിക്കും സംഭവം വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ 1n2 അല്ലെങ്കിൽ n21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1. ഇതോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2. ഇതെങ്ങനെ വരും? V1 by V2 എന്നായിരിക്കും വരുന്നത്. ഇതെങ്ങനെ വരും? V2 by V1 എന്നായിരിക്കും വരുന്നത്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് കാണാണ്ട് പഠിക്കാണ്ട് രക്ഷ ഇല്ല. ഓക്കെ, ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കഥ. നൗ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന റിഫ്രാക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യണ ഇത് ഓക്കെ ആണ് എല്ലാവർക്കും? സ്പെരിക്കൽ ലെൻസ് എന്ന് പറയുന്ന റിഫ്രാക്ഷനിൽ വർക്ക് ചെയ്യണ സംഭവമാണ് സ്പെരിക്കൽ ലെൻസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. കോൺവെക്സ് ലെൻസ് ഇറ്റ് ഇസ് തിക്ക് അറ്റ് ദ സെൻറ്റർ, അതേസമയം തിൻ അറ്റ് ദ എൻഡ്സ് ആയിരിക്കും. അതേസമയം കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് തിക്ക് അറ്റ് ദ എൻഡ്സ് ആയിരിക്കും. അറ്റങ്ങളിൽ തിക്കായിട്ടുണ്ടാവും, അതേസമയം നടുക്കത്തെ ഭാഗത്ത് തിന്നായിട്ടുണ്ടാവും. ഐ ജസ്റ്റ് ഷോ യു.
ഓക്കെ, ഇതാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. സോ ബൾജ്ഡ് അറ്റ് ദ സെൻറ്റർ, അതേസമയം തിൻ അറ്റ് ദ എൻഡ്സ് ആയിരിക്കും. അതേസമയം താഴത്തെ ലെൻസ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻറ്ററിൽ തിൻ പോർഷൻ ആയിരിക്കും, അറ്റത്തിൽ ബൾജ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. സോ ഇനി ഇതിൻ്റെ ടേംസ് എന്തൊക്കെയാണ്? ഇതിന് ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിലും കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ ഓപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഓപ്റ്റിക് സെൻറ്റർ ഇസ് ദ സെൻറ്റർ പോയിന്റ് ഓഫ് ദ ലെൻസ്. ഓക്കെ, നൗ ദർ ആർ ടു ഫോക്കസ്. ഒരെണ്ണം പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്, മറ്റേത് ഇറ്റ് ഇസ് ഓൾസോ എ ഫോക്കസ് ബട്ട് മേ നോട്ട് ബി ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ഇതിൽ കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ഏതാണ്ട് ഒരേപോലെയാണ്. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ഒരേപോലെയാണ്. കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും ഒരേപോലെയാണ്. ഓക്കെ, ഇമേജ് ഫോർമേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ആകെപ്പാടെയുള്ള വ്യത്യാസം മിററിലെല്ലാം ഫ്രണ്ട് സൈഡിലാണ്, ലെൻസിലൊക്കെ ബാക്ക് സൈഡിലായിരിക്കും ഉണ്ടാവണേ. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം ഇത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ടേംസ് ഉള്ളത്? ഓപ്റ്റിക് സെൻറ്റർ ഉണ്ട്. ഇനി ഈ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താ? കൺവേർജൻ്റ് ആണ്, അതായത് ആക്ച്വലി കൂട്ടിമുട്ടും. അപ്പുറത്ത് മിററിൽ ആരാണ് കൺവേർജൻ്റ് ആയിട്ടുണ്ടായിരുന്നത്? കോൺകേവ് മിറർ ആണ് കൺവേർജൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കോൺവെക്സ് ലെൻസ് ആണ് കൺവേർജൻ്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, ഇവിടെ പാരലലായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ ആക്ച്വലി കൂട്ടിമുട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കൺവേർജൻ്റ് എന്ന് പറയാം. സോ ഇങ്ങനെ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? പാരലൽ റേസ് ആക്ച്വലി കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിലാണ്, വിച്ച് ഇസ് ഫോക്കസ്. ഇതിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് നമ്മൾ പറയണേ. ആൻഡ് ലെൻസ് ഹാസ് 2 center of curvatures and 2 focal points. Alright, now optic center is also there. Now ലെൻസിനെ സംബന്ധിച്ചത് ഇതേപോലെ തന്നെയാണ് നമുക്ക് കോൺകേവ് ലെൻസിൽ. അപ്പോൾ കോൺകേവ് ലെൻസിൽ എഗെയിൻ ഒരു രണ്ട് സൈഡിൽ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയാണ്? ഇത് കണ്ടോ, ആഫ്റ്റർ ഒരു പാരലലായിട്ട് ഒരു റേ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡൈവേർജ് ചെയ്യണ പോലെ ഉണ്ടാവും. ആ ഡൈവേർജിങ് എന്ന് പറയുന്നത് ഒരു പോയിന്റ്, പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യണ പോലെ ഉണ്ടാവും. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് നോൺ ആസ് ഡൈവേർജന്റ് ലെൻസ് എന്നാണ് നമ്മൾ പറയാം. ഓൾറൈറ്റ്, നൗ വാട്ട് ആർ ദ റൂൾസ് ഓഫ് ലെൻസ്? എന്തൊക്കെയാണ് റൂൾസ് ഓഫ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രിൻസിപ്പൽ, ഓക്കെ, റൂൾസ് ഓഫ് ലെൻസ് ഞാനൊന്ന് കാണിച്ചിട്ട്. റൂൾസ് ഓഫ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ പാരലലായിട്ട് വന്നു കഴിഞ്ഞാൽ ലെൻസിൻ്റെയും മിററിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തെ സൈഡിൽ പോകും. ഓക്കെ, അപ്പുറത്തെ സൈഡിൽ പോകും. മിററിനെ സംബന്ധിച്ചിടത്തോളം റിഫ്ലക്ഷൻ ആണ്, തിരിച്ചു വരും. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ എഗെയിൻ എന്തൊക്കെയാണ്? പാരലലായിട്ട് വന്നു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ വാട്ട് ഹാപ്പൻസ്? ഫോക്കസിൽ കൂടി പോകും. ഓക്കെ, പാരലലായിട്ട് വന്നാൽ ഫോക്കസിൽ കൂടി പോകും. ഫോക്കസിൽ കൂടി വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലലായിട്ട് പോകും. ഇവിടെയോ പാരലലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡൈവേർജന്റ് ലെൻസ് ആണെങ്കിൽ പാരലലായിട്ട് വന്നു കഴിഞ്ഞാൽ it appears to diverge after refraction. It appears to diverge from where? From the focus. ഇവിടെ ഫോക്കസിലേക്ക് വരുന്നത് പോലെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ഗോസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. now ഓപ്റ്റിക് സെന്ററിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഓപ്റ്റിക് സെന്ററിൽ കൂടി തന്നെ പോകും. രണ്ട് കേസസിലും ഓപ്റ്റിക് സെന്ററിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഓപ്റ്റിക് സെന്ററിൽ കൂടി തന്നെ പോകും. ഓക്കെ, now again ഇമേജ് ഫോർമേഷൻസ് എവിടെയാ? കോൺകേവിൻ്റെ ഓർമ്മ വേണം, കോൺകേവ് മിററിൻ്റെ ഓർമ്മ വേണം. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കോൺകേവ് മിറർ പോലെയാണ്. ആദ്യം ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ്, എന്നിട്ട് സീഡ് അപ്പത്താണ്, എന്നിട്ട് സീലാണ്, എന്നിട്ട് ഫോക്കസിൻ്റെയും സീഡ് ഇടയിലാണ്, എന്നിട്ട് ഫോക്കസിൽ വന്നു, പിന്നെ ഫോക്കസിൻ്റെയും ഓപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് വരണേ? ഇൻഫിനിറ്റിയിലാവുമ്പോൾ ഫോക്കസിലാണ്. വ്യത്യാസം എന്താണ്? കോൺകേവ് ആയിരുന്നപ്പോൾ ഫ്രണ്ടിൽ ഫോക്കസിലായിരുന്നു. ഓക്കെ, കോൺകേവ് ആയിരുന്നപ്പോൾ ഒരു സെക്കൻഡ് ഇവിടെ ഉണ്ടോ നോക്കിക്കോട്ടെ, ഇട്ടില്ല. കോൺകേവ് ആയിരുന്നപ്പോൾ ഫ്രണ്ടിൽ ഫോക്കസിലായിരുന്നു. അതേസമയം കോൺവെക്സ് ലെൻസ് ആവുമ്പോൾ ബാക്കിൽ കാണണോ ആ ഫിഗർ എല്ലാവർക്കും? ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഫോക്കസിലാണ് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയായിരിക്കും, അപ്പുറത്തെ സൈഡിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും ഇമേജ് ഫോം ചെയ്യണേ. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെ ഇടയിലാണെങ്കിൽ ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യണേ. ഫോക്കസിലാണെങ്കിൽ ഇൻഫിനിറ്റി, ഫോക്കസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിലാണെങ്കിൽ അവിടെ ഉള്ളതുപോലെ വെർച്വൽ ഇമേജ്. കോൺകേവിൽ പക്ഷേ ബിഹൈൻഡ് ദ മിറർ ആണ്, ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ് ആയിരിക്കും ഫോർമേറ്റ് ചെയ്യണേ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ്.
ഓക്കെ, അതിലുള്ളത് പോലെ തന്നെയാണ്. ആകെപ്പാടെയുള്ള വ്യത്യാസം അവിടെ ഫ്രണ്ടിലുള്ളതെല്ലാം ഇവിടെ ബാക്കിലാണ്, ഇവിടെ ബാക്കിലുള്ളതെല്ലാം അവിടെ ഫ്രണ്ടിലാണ്. ഓക്കെ, ഞാൻ ഒരേ സാധനമാണ് പറഞ്ഞത്, എന്താണെങ്കിലും തിരിച്ചു മറിച്ചു വേണം, അത് മാത്രമാണ് വ്യത്യാസം. ഇവിടെ ആക്ച്വലി കൂട്ടുമുട്ടുണ്ട്, സോ ദിസ് ഇസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇവിടെ ആക്ച്വലി കൂട്ടിമുട്ടുണ്ട്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇവിടെ ആക്ച്വലി കൂട്ടിമുട്ടുണ്ട്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. നൗ ഹിയർ ഇസ് എ വെർച്വൽ ഇമേജ്. വൈ? ബിക്കോസ് ആക്ച്വലി കൂട്ടിമുട്ടുന്നില്ല. കോൺവെക്സ് ലെൻസിലും വെർച്വൽ ഇമേജ് ഇസ് ഗോയിങ് ടു ബി മാഗ്നിഫൈഡ് ലൈക്ക് ഇൻ കോൺകേവ് മിറർ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, കോൺകേവ് ലെൻസിൻ്റെ എന്താണ്? കോൺവെക്സ് മിറർ പോലെ തന്നെയാണ്. രണ്ട് കേസസ്. ഇൻഫിനിറ്റി ആണെങ്കിൽ ഫോക്കസിൽ ഉണ്ടാവും, ഇൻഫിനിറ്റിയുടെയും നമ്മുടെ ഓപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദി ഓപ്റ്റിക് സെൻറ്റർ എന്നുള്ളതാണ് നമുക്ക് ആകെപ്പാടെ നോക്കാനുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ഇമേജ് ഇസ് ഗോയിങ് ടു ബി. ഈ ഇമേജ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആണ്. ഓക്കെ, നൗ വാട്ട് ആർ ദ സൈൻ കൺവെൻഷൻസ്? സൈൻ കൺവെൻഷൻ എഗെയിൻ എന്താണ് സംഭവം? ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ നെഗറ്റീവ് ആണ്, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. അതെല്ലാം നമ്മൾ കണ്ടു. ഫോക്കസ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞേ? ആക്ച്വൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ് എവിടെയുള്ളത്? അപ്പുറത്തെ സൈഡിൽ. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പുറത്തെ സൈഡിലുള്ളത് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതേസമയം കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് കണ്ടോ, ഇപ്പുറത്തെ സൈഡിലാണ്. നെഗറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, നെഗറ്റീവ് ആയിരിക്കും, മറക്കരുത്. അപ്പോൾ കോൺവെക്സിൻ്റെത് പോസിറ്റീവ് ആണ്, കോൺകേവ്. അപ്പോൾ ഇത് കാണാതെ പഠിക്കരുത്, ഫിഗർ ആണ് നമ്മുടെ തലയിൽ ഉണ്ടാവേണ്ടത്. നൗ അഗെയിൻ യു ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ് ഇൻ ഓൾ കേസസ്. ഇനി വി എങ്ങനെയാ? വി നോക്കിക്കോ, വിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡിന് പോസിറ്റീവ്, വെർച്വലിന് നെഗറ്റീവ്. പക്ഷേ കോൺകേവ് മിററിൽ തിരിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് മറക്കാൻ പാടില്ല, ഫിഗേഴ്സ് ആണ് നമ്മുടെ തലയിൽ നിൽക്കേണ്ടത്. ഓൾറൈറ്റ് എവറിബഡി? ഓക്കെ, ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ എല്ലാം വെർച്വൽ ആണ് ഉണ്ടാവണേ. സോ വി ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ് ഓവർ ഹിയർ, എന്നുള്ളത് മറക്കാൻ പാടില്ല. ഓൾറൈറ്റ്, നൗ അഗെയിൻ റൂൾസ് കഴിഞ്ഞു, സൈൻ കൺവെൻഷൻ കഴിഞ്ഞു. വാട്ട് ആർ ദ യൂസസ് ഓഫ് കോൺവെക്സ് ലെൻസ്? ഇത് നമ്മുടെ ലോങ് സൈറ്റിൻ്റെ ഒക്കെ സ്പെക്സിന് വേണ്ടിയിട്ട് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യും. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യും. കോൺവെക്സ് ലെൻസ് എന്തുകൊണ്ടാണ് നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യണേ? ബിക്കോസ് വെർച്വൽ ഇമേജ് ഫോം ചെയ്യും, ലാസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, എഗെയിൻ മൈക്രോസ്കോപ്സിലൊക്കെ നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ലെൻസ് ഫോമുല മൈനസ് ഉണ്ടാവും എന്നുള്ളത് മറക്കാൻ പാടില്ല. ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ പ്ലസ് v/u ആയിരിക്കും യൂസ് ചെയ്യണേ. കോൺകേവിൻ്റെ യൂസ് എന്താണ്? ഷോർട്ട് സൈറ്റഡ്നെസ്സിൻ്റെ കറക്ഷന് യൂസ് ചെയ്യും. അതുപോലെ ഡോർസിൻ്റെ പുറത്തേക്ക് നോക്കാനുള്ള സ്പൈ ഹോൾസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ കോൺകേവ് യൂസ് ചെയ്യും. സോ ദാറ്റ് കോൺകേവിൻ്റെ പ്രത്യേകത എന്താ? ചെറിയ ഇമേജാണ് ഫോം ചെയ്യണം. അപ്പോൾ പുറത്തുള്ള ആൾക്കാരെ നമുക്ക് കുട്ടിയായിട്ട് കാണാൻ വൈഡർ വ്യൂ ആയിരിക്കും നമുക്ക് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെൻസ് യൂസ് ചെയ്യും. Now what is power of lens? Power of ലെൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1/f ആണ്. ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓഫ് ഡൈവേർജൻസ്, എത്രത്തോളം വളച്ചു വിടാൻ പറ്റുന്നുണ്ട് അതിനെയാണ് നമ്മൾ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓൾറൈറ്റ്.